സിലിണ്ടർ ബ്ലാസ്റ്റ് ആകുന്നതിന് കുറച്ചു നേരം മുമ്പാണ് അയാൾ കിച്ചണിൽ പോയതെങ്കിൽ ഒരുപക്ഷെ അയാൾ തന്നെയായിരിക്കും സിലിണ്ടറിന്റെ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ പൈപ്പ് കട്ട് ചെയ്തത് അയാൾ തന്നെയാണെങ്കിൽ അയാളാണോ പ്രീതുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചത്? അതോ അയാളെ ആരെങ്കിലും ഇവിടേക്ക് അയച്ചതായിരുന്നോ? അയാൾ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പ്രീതു, നമ്മൾ നിന്റെ കൊലയാളിയുടെ വളരെ അടുത്താണ്. നമുക്ക് അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ പ്രീതു. താങ്ക് യു കൃഷ്ണ. മോനെ, വേഗത്തിൽ വണ്ടി ഓടിക്കരുത്. ശരിയമ്മേ. എന്റെ ദൈവമേ, ഓരോ തവണയും എന്തെങ്കിലും മറക്കും. സോറി മോനെ, 1 മിനിറ്റിനുള്ളിൽ വരാം. അതിനിടെ കറണ്ട് പോയോ? കുഞ്ഞാ, 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 ആരോ അകത്ത് കയറിയിട്ടുണ്ട്. പോലീസിനെ വിളിക്ക്. അമ്മേ, 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 എന്തു പറ്റി? അമ്മേ, അമ്മേ, ഇതാരാ ചെയ്തേ? അത് അകത്ത് മുറിയില് ഒരു പെൺകുട്ടി. അമ്മേ, അമ്മേ,
കുഞ്ഞാ, ആംബുലൻസ്. പിന്നെ ഇങ്ങനെ വയടി ആ അങ്കിളുണ്ടല്ലോ വലിയ തടിയുണ്ടായിരുന്നു. പിന്നെന്തുവായിരുന്നു? ആ വയടി ആ അങ്കിളുടെ തലമുടിയില്ലേ നൂഡിൽസ് പോലെയായിരുന്നു. ശരിക്കും നൂഡിൽസ് പോലെ തന്നെ. അയാളുടെ ഫേസിലുണ്ടല്ലോ ദേ ഇവിടെയും പിന്നെ ഇവിടെയും കട്ട് ചെയ്ത് മാർക്കുണ്ടായിരുന്നു. വയടി ഇത് നോക്കിയ വയടി ഇതുപോലെയായിരുന്നത് ഏകദേശം. അല്ല അല്ല വൈഡി അയാൾ ഇങ്ങനെയല്ല ഇരുന്നത്. സോറി, ഞാൻ ഒന്നാണ് ട്രൈ ചെയ്യാം. പ്രീതു, ആ അയാളെ കാണാൻ ഇങ്ങനെയാണോ ഉള്ളത്? ആ! എന്നെ കാണിക്കല്ലേ, എന്നെ കാണിക്കല്ലേ, എനിക്ക് പേടിയാ. താങ്ക് യു കൃഷ്ണ. ഇനി ഞാൻ ഏതാനും മണിക്കൂറിനുള്ളിൽ തെളിവുകളുമായി എത്തും എന്റെ പ്രീതുവിന്റെ കൊലപാതകിയുടെ അടുത്ത്. അഥവാ ഇനി ഇയാളാണ് ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് മുറിച്ചതെങ്കിൽ അയാൾക്ക് എന്നോട് പറയാൻ കഴിയും ഇതിന്റെ പുറകിൽ ആരാണെന്ന്. അതാരാവാണോ? സുദേവോ അതോ മറ്റാരെങ്കിലോ? കൃഷ്ണ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എനിക്ക് വിശ്വാസമുണ്ട് എന്റെ പ്രീതുവിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ആളെ നീ എനിക്ക് കാട്ടിത്തരൂന്ന്. ആരവ്? ഹലോ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ സുചി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഡോണ്ട് ട്രൈ ടു ബി ഓവർ സ്മാർട്ട് സുചി. എന്റെ അമ്മ നിന്നെ കണ്ടതാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നീ സംസാരിച്ചേ പറ്റൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെച്ച് എന്തു അങ്ങ് ചെയ്യാന്ന് നീ വിചാരിക്കരുത് സുചി. എത്രയും വേഗം സിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് എന്നെ കാണ്. സിറ്റി ഹോസ്പിറ്റൽ? എന്താ ഇപ്പൊ ഉണ്ടായത്? മുറിവ് ഇത്തിരി ഗുരുതരമാണ്. ചിലപ്പോൾ MRI ചെയ്യേണ്ടി വരും. അമ്മയ്ക്ക് എപ്പോഴാ ബോധം തെളിയുക? MRI റിപ്പോർട്ട് വന്നതിന് ശേഷം എനിക്കെന്തെങ്കിലും പറയാൻ കഴിയും. കണ്ണുകൾക്കൊന്നും സംഭവിക്കാത്തതിന് നന്ദി പറയും. എക്സ്ക്യൂസ് മീ. ഇല്ല രാഖി, എനിക്കവരെ ഹേർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് നല്ല മുറിവുണ്ടായിരിക്കും, ആഴത്തിലുള്ള മുറിവ്. എന്റെ കൈകൊണ്ടാ അത് സംഭവിച്ചത്. എനിക്ക് ആരുവിനെ കോൾ ചെയ്യണം. നീ ഇപ്പൊ ആർക്കും ഫോൺ ചെയ്യണ്ട പ്ലീസ്. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നിത, അവരിതുവരെ നിന്നെ കണ്ടിട്ടില്ല. അതുമല്ല ഇപ്പൊ ഈ സംഭവിച്ചതെല്ലാം നീ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. പ്ലീസ്. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ മാപ്പ് അർഹിക്കുന്നതാണ്. നിങ്ങൾ ശ്രമിച്ചത് നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ നീതിക്ക് വേണ്ടിയാണ്. ബബിതയ്ക്ക് സംഭവിച്ചത് അവരുടെ കർമ്മത്തിന്റെ ഫലമാണ്. ഇനി എന്നാണ് ആ ദിവസം വരുന്നത്? ഇനി എന്നാണ് പ്രീതുവിന്റെ കൊലയാളിയെ പറ്റി അറിയുന്നത്? ഇനി എന്നാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്? അറിയില്ല നമുക്കിനി എന്നാ നീതി കിട്ടിയെന്ന്. ആ സമയം അടുത്തിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരവ് സർ. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ? അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ നിങ്ങൾ... വെറുതെ എന്നോ സുചി, വെറുതെ എന്നോ? ഞാൻ നിന്നോട് കള്ളം പറയാണെന്നാണോ നിന്റെ വിചാരം? അതോ എന്റെ അമ്മ അവിടെ ആക്ട് ചെയ്യാണെന്നോ? സുചി, ചുറ്റി കളിക്കുന്ന ഞാനല്ല, ചുറ്റി കളിക്കുന്ന മുഴുവൻ നീയാണ്.
ഇത് മറക്കരുത്. ആ ഫയൽ മോഷ്ടിക്കാനായി നീ എന്റെ വീട്ടിൽ വന്നിരുന്നുവെന്ന കാര്യം. പിന്നെ നീ ഇന്ന് ചെയ്തതും ക്രൈം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റൂ. നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി സുജി. അതുകൊണ്ടാ നീ ഇന്ന് ഇവിടെ നിൽക്കുന്നേ, അല്ലെങ്കിൽ എപ്പോഴകത്തായനെ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ സംശയം അതുപോലെ ഇരിക്കട്ടെ. നിന്റെ മനസ്സിലല്ലേ എന്നെ കുറിച്ചുള്ള എല്ലാ സംശയമുള്ളത്. എന്റെ സംശയങ്ങളെല്ലാം ഉടനെ തന്നെ സത്യമായി മാറുമല്ലോ. നിന്റെ ആ സംശയം യാഥാർത്ഥ്യമാകാൻ വേണ്ടി നീ ഇത്രത്തോളം തരം താഴരുത് സുജി. നീ എന്റെ അമ്മയെ അബോധാവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. ഒന്ന് നിർത്താമോ ആരോസ? എന്നെ അത്രയ്ക്ക് മോശക്കാരിയായിട്ടാണോ കാണുന്നത്? ഞാൻ നിങ്ങളുടെ അമ്മയെ അറ്റാക്ക് ചെയ്ത് അബോധാവസ്ഥയിലാക്കി ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആന്റി എവിടെയാ? എനിക്ക് അവരെ കാണണം. അമ്മ എവിടെയായാലും എങ്ങനെയായാലും നീ അവരെ കാണേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോ. എത്രയും വേഗം എന്റെ കൺമുമ്പിന്ന് പൊയ്ക്കോ. പോകാൻ. നിന്നെ ഞാനിപ്പോ വെറുക്കെയാണ് സുജി, വെറുക്കെയാണ്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ ഇന്ന് അത്രത്തോളം തന്നെ ഞാൻ നിന്നെ വെറുക്കുകയും ചെയ്യുന്നു. പൊയ്ക്കോ ഇവിടുന്ന്. നിങ്ങൾ എന്നോടൊന്നും ഒളിക്കാതിരുന്നെങ്കിൽ, നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയാതിരുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ഇതുപോലെ മാറിയില്ലായിരുന്നെങ്കിൽ നമുക്കിടയിൽ ഓർമ്മകൾ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല സുജി. ഒരു ദിവസം എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിനക്ക് മനസ്സിലാവും. പിന്നെ എന്ന് നീ അത് അറിയുന്നുവോ അന്ന് നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ഐ ഹോപ്പ് നിങ്ങൾ പറയുന്നത് ഉറപ്പായും സത്യമായി തീരട്ടെ. എന്റെ ചിന്തകൾ തെറ്റായി മാറട്ടെ. എന്റെ സംശയം തെറ്റിയാലും എന്റെ അവസ്ഥ എന്തായാലും എനിക്കതിൽ ദുഃഖമില്ല. പക്ഷെ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ കൊലപാതകയാണ് നിങ്ങളെന്ന് അറിയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇനി അതാണ് സത്യമെങ്കിൽ ആരോ സർ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വെറുതെ വിടില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അങ്ങനെ ആവട്ടെ. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ ഇന്ന് അത്രത്തോളം തന്നെ ഞാൻ നിന്നെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരിക്കലും കരുതിയില്ല നമ്മുടെ ലവ് സ്റ്റോറി ഇത്ര സുന്ദരമായിരിക്കുമെന്ന്, ഇത്ര സ്വീറ്റും ആയിരിക്കുമെന്ന്. എന്റെ അമ്മ പറയാറുണ്ട്, മറ്റൊരാളുടെ കണ്ണിലെ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് കണ്ണു നിറയുന്നുവെങ്കിൽ എങ്കിൽ അയാൾ നമ്മളുമായി ഒരു ദൃഢമായ ബന്ധമുണ്ടായിരിക്കുമെന്നാണ്. ഇത് നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന അവസാന കണ്ണുനീരാണ്. ഞാൻ വാക്ക് തരുന്നു, ഇതാ ഇന്നു മുതൽ നിനക്കൊരിക്കലും കരയാനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കില്ല.
അല്ല ബബിത ആന്റി ആരായിരിക്കും അറ്റാക്ക് ചെയ്തത്? അതോ അവരുടെ വീട്ടിനുള്ളിൽ വച്ച് തന്നെ? പിന്നെ ആരിഫ് സർ എന്താണ് എന്നോട് അങ്ങനെ സംസാരിച്ചത്? ഇനി ഇത് വല്ല പുതിയ ചതിയായിരിക്കോ? ഇന്നലെ ബബിത ആന്റിയെ കണ്ടതിന് ശേഷം രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല. ആരിഫ് സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. നീ ആരാണെങ്കിലും നിന്നെ പറ്റി ഞാൻ എല്ലാം അറിയുകയും നിന്നെ കണ്ടെത്തുകയും ചെയ്യും. നിന്റെ കാത്തിരിപ്പിന്ന് അവസാനിക്കാണ് പ്രീതു. ഈശ്വരൻ തരുന്ന ഓരോ സൂചനകളും ഓരോ അടയാളങ്ങൾ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് നിന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്നാണ്. ഈ വായടി എന്നോട് ഒറ്റയ്ക്കാക്കിട്ട് എങ്ങോട്ടായി പോകുന്നേ? കൃഷ്ണ, എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോ ഭയങ്കര പേടിയാ. എനിക്കും പോണം വായടിയുടെ കൂടെ. അവൾ പോകട്ടെ പ്രീതു. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കളിക്കാം, ആർത്തുല്ലസിക്കാം. കൃഷ്ണ, നീ എന്താ കുട്ടിയാണോ? നിനക്ക് അറിയാവുന്നതല്ലേ വായടി എന്ത് വിഷമിച്ചിരിക്കാന്ന്. എന്നിട്ട് നിനക്ക് കളിക്കണം, പിന്നെ ആർത്തുല്ലസിക്കണം അല്ലേ? നീ വരണം എന്റെ കൂടെ. സുജിയുടെ പ്രീതു, പ്രീതുവിന്റെ സുജി. ഇവർ രണ്ടുപേരെയും പരസ്പരം അകറ്റുക ബുദ്ധിമുട്ടാണ്. MRI ക്ലിയർ ആണ്. ഞങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് വിശ്രമം ആവശ്യമാണ്. താങ്ക് ഗോഡ്. വാട്ട് എ റിലീഫ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഇവരിങ്ങനെ ഇത്രയും മാരകമായിട്ട് ആക്രമിച്ചത്? മോനെ, അമ്മേ, അമ്മ ഇപ്പൊ ഓക്കെ അല്ലേ? അമ്മേ, ഐ എം റിയലി സോറി. ആ സുചി കാരണം അമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നേ. സുജി ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ വന്നത് അത് സുജിയായിരുന്നോ? ഇല്ല മോനെ, എനിക്കങ്ങനെ തോന്നുന്നില്ല. സുജിക്ക് അത്ര പൊക്കമില്ലല്ലോ. ഇതൊരു പൊക്കമുള്ള പെണ്ണായിരുന്നു. ഹലോ, സുദേവാണ് സംസാരിക്കുന്നത്. ആ ഫയൽ എന്തായിരുന്നു? ഏത് ഫയലിന്റെ കാര്യം സുദേവ് നീ പറയുന്നേ? ഏത് ഫയൽ എടുക്കാനാണോ നന്ദിത നിന്റെ വീട്ടിൽ കയറിയത് ആ ഫയലിൽ തന്നെ. ഞാൻ അവളുടെ ഫോൺ ചെക്ക് ചെയ്തിരുന്നു. ആ ഫയൽ എടുക്കുന്നതിനായി നിന്റെ വീട്ടിൽ കയറുകയാണ് എന്നൊരു മെസ്സേജ് അവൾ അവളുടെ ഫ്രണ്ട്സിന് അയച്ചിരുന്നു. അപ്പൊ ഇന്നലെ വീട്ടിൽ വന്നത് നന്ദിതയാണ്. ആരവാ ഫയൽ എന്തായിരുന്നു? അവൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അതോ ഇല്ലയോ? എല്ലാ പേപ്പേഴ്സും ഇവിടെ ഉണ്ട്. അവളുടെ കയ്യിൽ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് വെച്ച് അവിടെ നല്ല ഇരുട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊന്നും കണ്ടിട്ടുമില്ല. നോക്കാരവ്, നമ്മൾ തമ്മിൽ പണ്ടേ നല്ല രസത്തിലല്ല. പക്ഷേ ഈ കേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫയലുകളും തെളിവുകളുമൊക്കെ ഒളിപ്പിക്കുന്നതാണ് നല്ലത്. നമുക്ക് രണ്ടാൾക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആദ്യമായിട്ടാണ് നീ ഒരു നല്ല കാര്യം പറയുന്ന സുദേവ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തെളിവ് കണ്ടെത്തിയാ പിന്നെ എല്ലാവരും അകത്താകും, എല്ലാം നശിക്കും. എനിക്കിതിന്റെ 50 കോപ്പി വേണം. ശരി മാഡം. എന്തായാലും ഇതിന്റെ ഒരു കോപ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. അവൻ എവിടെയാണെങ്കിലും ഉടനെ തന്നെ കണ്ടെത്തണം. എന്റെ പ്രീതുവിന്റെ കൊലപാതകയിലേക്ക് ഇവനെന്നെ എത്തിക്കാൻ കഴിയും. എന്നെ സഹായിക്കണേ കൃഷ്ണ.
എന്താ ഇവനെ നിനക്ക് നേരത്തെ അറിയോ? ഇല്ല, ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. നീ ഇവനെ അന്വേഷിക്കുകയാണോ? പക്ഷെ എന്തിനാ? നിങ്ങൾക്ക് ഇവനെ അറിയാമോ? പക്ഷേ ആദ്യം എന്നോട് നീ ഇത് പറ, നീ എന്തിനാ ഇവനെ അന്വേഷിക്കുന്നത്? ഇവൻ ബലൂണ് കച്ചവടക്കാരനല്ലേ? എന്റെ വീട്ടില് കുട്ടികൾക്കൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ബലൂണ് വേണമായിരുന്നു. എന്റെ അടുത്ത് ഒരാള് പറഞ്ഞു. മോളെ, ഇവനിൽ നിന്ന് അകന്നു നിന്നോളൂ. ഇവൻ ബലൂൺ കച്ചവടക്കാരനൊന്നുമല്ല. ഒന്നാം തരം ഒരു ഫ്രോഡാണ്. ഫ്രോഡ് ഒന്നാം തരം ചെറ്റയാണ്. ആൾക്കാരിൽ നിന്നും പണം വാങ്ങി വേണ്ടാത്ത പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നവൻ. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഇവൻ ഇങ്ങനെ ബലൂണും കളിപ്പാട്ടങ്ങളും ഒക്കെ വിറ്റ് നടക്കുന്നത്. മോക്ക് മനസ്സിലായോ? പൊയ്ക്കോ മോളെ, പൊയ്ക്കോ. ഇവന്റെ അടുത്തേക്കൊന്നും പോകരുത്. അമ്മാവ, ഇവൻ എവിടെയുണ്ടെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇവൻ എവിടെയാ താമസിക്കുന്നത്? എനിക്കറിയാം, നിനക്ക് ബലൂണുകളല്ല വേണ്ടതെന്ന്. ഇയാളെ നിനക്ക് കാണണമല്ലേ? പറയൂ, എന്താ നിന്റെ ഇവൻ മോഷ്ടിച്ചത്?